കഴിഞ്ഞ ആഴ്ച തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്ന സിനിമ ദാ ഇന്ന് നോക്കുമ്പോൾ OTTയിൽ വന്നേക്കുന്നു. ഇതെന്ത് മറിമായം? എന്നാൽ പിന്നെ സിനിമ കണ്ടിട്ട് തന്നെ കാര്യമെന്നും പറഞ്ഞ് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ കയറ്റിയ റബൽ മാറിപ്പോയെന്ന്. അടുത്തിടെ റിലീസായ തമിഴ് ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ഒഴിച്ചുകൂടാനാവാത്ത 2 ചേരുവകളാണുള്ളത്. അതിൽ ഒന്നാമത്തേത് പാസമാണെങ്കിൽ മറ്റൊന്ന് കേരള പൊണ്ണ് പ്ലസ് തമിഴ് പയ്യൻ ലവ് ആയിരിക്കും. തമിഴ്നാട്ടിലെ ഏതു വഴിയിൽ കൂടെ നടന്നു പോയാലും ഏതെങ്കിലും ഒരുത്തൻ മൈക്കും പിടിച്ചോണ്ട് വന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. ഇനി ഈ അപരാധം പിടിച്ച ചോദ്യത്തിന് ഉത്തരം നൽകണ്ട എന്ന് വിചാരിച്ചാലും ലവന്മാർ വിടുന്ന മട്ടില്ല. അങ്ങനെ കേരളത്തിലെ അസിൻ, നയൻതാര, കീർത്തി സുരേഷ് തുടങ്ങിയവർക്ക് ശേഷം അണ്ണാച്ചിമാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം അമിത ബൈജുവിനെയാണ്. ഈ സിനിമ ഒരു കൂട്ടം പച്ചത്തമിഴരുടെ വിപ്ലവത്തിന്റെ കഥയാണ്. ഈ വികാരം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളും ഒരു പച്ചത്തമിഴനായിരിക്കണമെന്ന അടിക്കുറിപ്പോടെ ഈ സിനിമ തുടങ്ങുകയാണ്. എല്ലാ സിനിമകളിലെയും പതിവനുസരിച്ച് നായകന്റെ ഇൻട്രോയ്ക്ക് തൊട്ടു മുൻപുള്ള ഒരു ചെറിയ ബിൽഡപ്പ് സീനോടുകൂടി ഈ പടത്തിലെ നായകനെ റിവീൽ ചെയ്യുകയാണ്. അങ്ങനെ മൂന്നാറിലെ വളരെയധികം പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച കതിരേശനും സെൽവരാജും തങ്ങളുടെ തുടർ പഠനത്തിനായി പാലക്കാട്ടിലെ വലിയൊരു കോളേജിലേക്ക് പോവുകയാണ്. ഇവനെ പ്രത്യേകം നോട്ട് ചെയ്തു വെച്ചോളൂ കേട്ടോ. എന്തിനാണെന്ന് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. ഇനി മനസ്സിലാകാത്തവർക്ക് ഈ വീഡിയോയുടെ പകുതി ആകുമ്പോഴേക്കും തനിയെ മനസ്സിലായിക്കോളും. അങ്ങനെ പാലക്കാട്ടേക്ക് ചെല്ലുകയാണ് കതിരേശനും കൂട്ടരും. കോളേജിൽ ചുറ്റി കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നിട്ടും കതിരേശന്റെ കണ്ണുടക്കിയത് അവിടുത്തെ പെൺപിള്ളാരുടെ ഡ്രസ്സിലേക്കായിരുന്നു. കൂട്ടത്തിൽ ഇങ്ങനെയൊരു ഡയലോഗും. சேலையில பெண்களோட அழகையும் வேஷ்டியில் ஆண்களோட கம்பீரத்தையும் பார்க்கும்போது இந்த உலகத்திலே சிறந்த ஆடை வடிவமைப்பு தமிழன்தான்னு തോന്നിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്. അണ്ണം വാ തുറന്നാൽ പിന്നെ അങ്ങോട്ട് ഒരൊറ്റ തള്ള. ഇതാണോ നിങ്ങളുടെ തമിഴ്നാട് സ്റ്റൈലിലുള്ള സാരിയും വേഷ്ടിയും? ഇങ്ങാരുടെ ഈ തള്ളു കേട്ടപ്പോൾ മറ്റൊരു ബഡാ തള്ളിനെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വന്നത്. ഡൈനോസർ വരെ തമിഴാണ് സംസാരിച്ചതെന്ന് വേണമെങ്കിലും ഇങ്ങേര് പറയൂട്ടോ. എൻ്റെ പൊന്നണ്ണാച്ചിമാരെ, ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു വെറുപ്പുമില്ല. പക്ഷെ നിങ്ങൾ ഈ സ്വയം പൊങ്ങാനായിട്ട് എന്തിനാണ് ഈ വക കോമാളിത്തരങ്ങളൊക്കെ പറയുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അന്ന് രാത്രി കതിരേശനെയും കൂട്ടുകാരെയും അവിടുത്തെ മലയാളി പിള്ളേരെ റാഗ് ചെയ്യുന്നുണ്ട്. പടത്തിലാകപ്പാടെ കുറച്ചെങ്കിലും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഈ സീൻ മാത്രമായിരിക്കും. പക്ഷേ റാഗിംഗ് പരിപാടി 1-2 സ്ഥലങ്ങളിൽ കാണിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ പടത്തിനേക്കാൾ കൂടുതൽ റാഗിംഗ് സീനാണെന്ന് തോന്നിപ്പോകും. അങ്ങനെ ഒരു ദിവസം ക്ലാസ് റൂമിലേക്കുള്ള വഴി ഏതാണെന്ന് അറിയാതെ കോളേജ് വരാന്തയിലൂടെ നടക്കുമ്പോഴാണ് കതിരേശൻ അവളെ കാണാനിടയാകുന്നത്. കതിരേശന്റെ സ്വന്തം കേരള പൊണ്ണ്. അവിടം തൊട്ട് തമിഴ് പയ്യൻ കേരള പൊണ്ണ് ലവ് ആരംഭിക്കുകയാണ്. തിയേറ്ററിൽ പോയിരുന്ന ഈ പടം കണ്ടിട്ടുള്ള പച്ചത്തമിഴന്മാരെല്ലാം ഡയലോഗുകൾ മനസ്സിലാക്കാൻ ഒരുപാട് തല പുകഞ്ഞിട്ടുണ്ടാകും. കാരണം പടത്തിൽ കതിരേശനും 2 കൂട്ടുകാരും ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളവരെല്ലാം തന്നെ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും ഇതൊരു തമിഴ് സിനിമയാണോ എന്ന് പോലും തോന്നിപ്പോയേക്കാം. പിന്നെ ഓണാഘോഷത്തിന് സെറ്റ് സാരിയും ബ്ലൗസും ഇട്ടുകൊണ്ട് വരുന്ന നായികയെ കണ്ട് ഓർഗാസം കൊള്ളുന്ന തമിഴ് സിനിമ നായകന്മാരെ ഈ അടുത്തൊന്നുമായിരിക്കില്ല നമ്മൾ കണ്ടു പരിചയപ്പെടുന്നത്. കതിരേശൻ ഓണത്തിന് മുണ്ടെടുത്തോണ്ട് വന്നത് ആന്റണിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ പേരും പറഞ്ഞ് ഇരുവരും തമ്മിൽ പൊരിഞ്ഞ അടിപിടിയായി. അങ്ങനെ മുണ്ടില്ലാതെ ആടുതോമയെ പോലെ നിൽക്കുമ്പോഴാണ് തമിഴിനെ പൊക്കിയുള്ള 2 ഡയലോഗ് പറഞ്ഞേക്കാമെന്ന് കതിരേശന് തോന്നിയത്. ആ പ്രശ്നം മൂലം ആന്റണിയെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അതോടെ ഇരുവരും തമ്മിലുള്ള ധർമ്മയുദ്ധം തുടങ്ങുകയായി. ഇതിനിടയ്ക്ക് KSQയും SFIയും കൂടി ആ കോളേജിൽ ചെയ്തു കൂട്ടിയ എല്ലാ മോശപ്പെട്ട പ്രവൃത്തികളെക്കുറിച്ചും ഒരു തമിഴ് പ്രൊഫസർ കതിരേശന് വിവരിച്ചു കൊടുത്തു. ആ ഗ്യാപ്പിൽ വീണ്ടും തമിഴിനെ പൊക്കി 2 ഡയലോഗ്. மலையாளம் மட்டும் இல்லடா, தெலுங்கு, கன்னடம், ஏன் இந்தியாவில் இருக்கிற முக்காசி மொழி தமிழ்ல இருந்தா உருவாச்சு. இந்தியா
സെൽവ എന്ന ഈ കഥാപാത്രത്തെ നോട്ട് ചെയ്തു വെക്കണമെന്ന കാര്യം ഈ വീഡിയോയുടെ തുടക്കത്തിലെ ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ കാരണം എന്തെന്നാൽ ഒട്ടുമിക്ക സിനിമകളിലും ഡമ്മി ആയിട്ടൊരുത്തനെ കൂടെ നിർത്താറുണ്ട്. ശേഷം അവനെ ഇന്റർവെല്ലിന് മുൻപേ കൊന്നുകളയാറുള്ളതും പതിവാണ്. അതുപോലെ തന്നെ ഈ സിനിമയിലെ ഡമ്മിയാണ് സെൽവ. ഈ കഥാപാത്രം മരിക്കുമെന്ന കാര്യം ഈ സിനിമയുടെ തുടക്കത്തിലെ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കുമുണ്ട് ഒരു സെൽവ, വിനീതേട്ടന്റെ സ്വന്തം ചെന്നൈ സെൽവ. പിന്നീട് സെൽവയുടെ മരണത്തിന് കാരണക്കാരായവരെല്ലാം ഓടിച്ചിട്ടടിക്കുകയാണ് കതിരേശൻ. അതും 1-2 പേരല്ല, 10-200 പേരെയാണ്. സത്യം പറഞ്ഞാൽ അവന്മാരെല്ലാം തിരിച്ചടിച്ചതോടെ, അതായത് ഇന്റർവെല്ലോടെ ഈ പടം അവസാനിച്ചതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടും വീണ്ടും 1 മണിക്കൂർ വെറുതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമ. സാറ SFIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഇതിനിടയ്ക്ക് കതിരേശനും കൂട്ടരും തമിഴ് സ്റ്റുഡൻസ് പാർട്ടി എന്ന് പേരിട്ട് പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നു. എന്തൊക്കെയോ നടക്കുന്നു. പിന്നെ പടം ചുമ്മാ ഒരു അന്തവും കുന്തവും ഇല്ലാതെ നീണ്ടങ്ങ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനം കുറെ അടി വെടി പുക എല്ലാമായി ഈ സിനിമ അവസാനിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എന്തിനാണ് ഈ പടം കണ്ടതെന്ന് പോലും തോന്നിപ്പോയി. No comments. Simply wait.